നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അങ്ങനെ സംഭവിച്ചാൽ ഉറപ്പായിട്ടും ഞാൻ വിരമിക്കും. എമി മാർട്ടിനസ് ഞെട്ടിക്കുകയാണ്. പ്രോമിസ് ചെയ്ത് അദ്ദേഹം പറയുകയാണ്, അത് സംഭവിച്ചാൽ ഞാൻ വിരമിച്ചിരിക്കും. അർജൻറ്റീന വേൾഡ് കപ്പ് നേടിയിട്ട് ഇന്നലെ 2ാം വാർഷികമായിരുന്നു. അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ഒക്കെ പുറത്തുവിട്ടിട്ടുണ്ട്. ഇപ്പോൾ എമി മാർട്ടിനസ് പ്രതികരിക്കുകയാണ്. ഇനിയൊരു വേൾഡ് കപ്പ് 2026 വേൾഡ് കപ്പ് അർജൻറ്റീന നേടുകയാണെങ്കിൽ അതോടുകൂടി ഞാൻ വിരമിക്കും. ഏതെങ്കിലും ഒരു ടീം 2 തവണ അടുപ്പിച്ച് വേൾഡ് കപ്പ് നേടിയിട്ടുണ്ടോ? അത് നേടാൻ പറ്റിയാൽ ഞാൻ വിരമിക്കും എന്നാണ് ഇപ്പോൾ എമി മാർട്ടിനസിൻ്റെ വാക്കുകൾ. അതിപ്പം TOIC സ്പോർട്സ് അടക്കമുള്ളവരത് വലിയ രൂപത്തിൽ വാർത്തയാക്കി മാറ്റിയിട്ട് ഒരു ബോംബ് ഷെൽ എന്ന രൂപത്തിലാണ്. ഞെട്ടിക്കുകയാണ്, വിരമിക്കൽ പ്രഖ്യാപനം എന്ന രൂപത്തിൽ എന്നൊക്കെയാണ് എടുക്കുന്നത്. പക്ഷേ അടുത്ത വേൾഡ് കപ്പ് കൂടി നേടണം, എങ്കിലാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രോമിസ് പ്രാബല്യത്തിൽ വരികയുള്ളൂ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: തീർച്ചയായിട്ടും 2026 വേൾഡ് കപ്പ് നേടാൻ പറ്റുകയാണെങ്കിൽ ഞാൻ വിരമിച്ചിരിക്കും. ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് നൽകുകയാണ് ആ കാര്യം. തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു ടീം 2 തവണ അടുപ്പിച്ച് വേൾഡ് കപ്പ് നേടിയിട്ടുണ്ടോ? ഇപ്പോൾ ആ വേൾഡ് കപ്പിൻ്റെ സമയമാകുമ്പോൾ ഞാനൊരു 33 വയസ്സിലേക്കൊക്കെ എത്തിയിട്ടുണ്ടാകും, 33 കഴിഞ്ഞിട്ടുണ്ടാകും. എന്നെ സംബന്ധിച്ചിടത്തോളം 30കളോടടുത്ത് കളി തുടങ്ങിയവനാണ് ഞാൻ. അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രൈം ടൈമിലേക്ക് വന്നത് ഓർമ്മപ്പെടുത്തി പറഞ്ഞു എന്നേ ഉള്ളൂ. നേരത്തെ അദ്ദേഹം കളിക്കുന്നുണ്ടെങ്കിൽ പോലും അവസരങ്ങളൊക്കെ ലഭിക്കുന്നത് വളരെ വൈകിയാണല്ലോ. അതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഏതായാലും അദ്ദേഹം വീണ്ടും ഉറപ്പിച്ച് പറയുകയാണ്, 2026 വേൾഡ് കപ്പ് കൂടി നേടാൻ പറ്റിയാൽ ഒരു സംശയവും വേണ്ട, ഞാൻ വിരമിച്ചിരിക്കും. അദ്ദേഹത്തോട് വീണ്ടും കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിൽ രണ്ടാൽ കൊലോ മുവാനിയുടെ ഷോട്ട്, വേൾഡ് കപ്പിൽ ഐക്കോണിക് സേവ് അദ്ദേഹം നടത്തിയതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, ഞാൻ കണ്ണടച്ചങ്ങ് നിൽക്കുകയാണ് ചെയ്തത് എന്നാണ്. ആ വാക്കുകളിലേക്ക് കൂടി പോവുകയാണ്. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, അതിനേക്കാൾ നല്ല സേവുകൾ ഞാൻ ഒരുപാട് നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു സേവിൻ്റെ കാര്യത്തിൽ ഞാൻ കണ്ണുപൂട്ടി നിൽക്കുകയാണ് ചെയ്തത്. എൻ്റെ മുഖത്തടിക്കട്ടെ, ബോൾ വന്ന് എൻ്റെ മുഖത്തെങ്കിലും അടിക്കട്ടെ എന്ന രൂപത്തിൽ ഞാൻ കണ്ണുപൂട്ടി നിൽക്കുകയായിരുന്നു. തീർച്ചയായിട്ടും ആ ഒരു സമയത്ത് ഞാൻ ഡിഫൻസ് അവനെ തടയുമെന്നാണ് കരുതിയത്. എന്നാൽ പോലും അവൻ ബോളുമായിട്ട് വന്ന ഘട്ടത്തിൽ ഞാൻ അവനെതിരെ നിൽക്കാൻ വേണ്ടി തീരുമാനിച്ചു. ബോൾ ബൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കൈകൾ ഇങ്ങനെ താഴേക്കിടാതെ പിടിച്ചു വെക്കാനുള്ളൊരു ശ്രമവും നടത്തിയത്. ഏതായാലും അത് തടയാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നുകൂടി അദ്ദേഹം പറയും. എന്തായാലും എമി മാർട്ടിനസ് തുറന്നു പറയുകയാണ്, അടുത്ത വേൾഡ് കപ്പ് കൂടി നേടാൻ പറ്റിയാൽ തീർച്ചയായിട്ടും അദ്ദേഹം തൻ്റെ കരിയർ അവസാനിപ്പിക്കുമെന്ന്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ചോദ്യമുണ്ടല്ലോ, ഇതിനു മുമ്പ് മറ്റാരെങ്കിലും 2 തവണ അടുപ്പിച്ച് വേൾഡ് കപ്പ് നേടിയിട്ടുണ്ടോ എന്നുള്ളത്, അതൊക്കെ നേടിയിട്ടുണ്ട്. അതൊക്കെ നേരത്തെ തീരുമാനമായ കാര്യമാണ്. നോക്കാം നമുക്ക്. ഇപ്പം ഫുട്ബോൾ വേൾഡ് കപ്പിൻ്റെ ചരിത്രം നോക്കിയാൽ ആദ്യത്തെ ചാമ്പ്യന്മാർ 1930 ഉറുഗ്വേയാണ്. രണ്ടാമത്തെ ചാമ്പ്യന്മാർ ഇറ്റലിയാണ് 34. 38 വീണ്ടും ചാമ്പ്യന്മാരായത് അതേ ഇറ്റലിയാണ്. അപ്പോൾ അതവിടെ തീർന്നതാണ്. പിന്നെ വീണ്ടും ഒരു ടീം കൂടി 2 തവണ അടുപ്പിച്ച് നേടിയിട്ടുണ്ട്. അത് അർജൻറ്റീനയുടെ ചിരവൈരികളായിട്ടുള്ള വേൾഡ് കപ്പ് ഏറ്റവും അധികം തവണയൊക്കെ നേടിയിട്ടുള്ള ബ്രസീലാണ്. 1958ലും 1962ലും ബ്രസീൽ വേൾഡ് കപ്പ് തുടർച്ചയായിട്ട് നേടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ നേട്ടം ഒരു ടീമിനും ആവർത്തിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് ശരിയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.